ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഞാൻ ബിജു കൃഷ്ണൻ, എ ഫുള്ളി ക്വാളിഫൈഡ് മോർഗേജ് അഡ്വൈസർ. ഇന്ന് വളരെ ദയനീയമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ സങ്കടകരമായ ഒരു വാർത്തയാണ് രാവിലെ തന്നെ നമുക്ക് എഴുന്നേൽക്കുമ്പോൾ കേൾക്കാൻ പറ്റുന്നത്. അതായത് ഇസ്രായേൽ ഇറാൻ വാർ സ്റ്റാർട്ട് ചെയ്തു വന്നത്. ഇസ്രായേലും യു എസും കൂടി ഇറാൻ അറ്റാക്ക് ചെയ്തെന്നും ഇറാൻ തിരിച്ചടിച്ചുവെന്നും തിരിച്ചടിയിൽ അവർ പല മിഡിൽ ഈസ്റ്റ് ഗൾഫ് കൺട്രികളെ തന്നെ അറ്റാക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നും അബുദാബിയിലൊക്കെ ഒരാൾ ഡെത്ത് സംഭവിച്ചിട്ടുണ്ടെന്നും പറയുന്നത് കേൾക്കുന്നുണ്ട് രാവിലത്തെ വാർത്തയിൽ തന്നെ. ഇന്ത്യയിൽ നിന്നുള്ള കുറേ ഫ്ലൈറ്റുകളൊക്കെ കംപ്ലീറ്റ്ലി നമ്മുടെ ഗൾഫ് ഏരിയയിലേക്ക് പോകുന്നത് കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്തു. ഒരു മിഡിൽ ഈസ്റ്റിൽ വളരെ ഒരു അരക്ഷിതാവസ്ഥ ഉണ്ടായിരിക്കുകയാണ്. പക്ഷേ ഈ മിഡിൽ ഈസ്റ്റ് ഉണ്ടാകുന്ന അരക്ഷിതാവസ്ഥ എങ്ങനെയാണ് നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ യു കെയിലെ ജനങ്ങളെ ബാധിക്കുന്നത് എന്നതിനെക്കുറിച്ചാണ് ഞാൻ ചെറിയൊരു ഇത് നൽകാൻ ആഗ്രഹിക്കുന്നത്. എക്സ്പെഷ്യലി നമ്മൾക്ക് വലിയൊരു ശതമാനം ആൾക്കാർ ഈ വർഷം 2026 അവസാനങ്ങളിലേക്ക് പോകുന്ന സമയത്ത് റീമോർഗേജ് ചെയ്യേണ്ട ആൾക്കാരൊക്കെ ഉണ്ട്. അവർക്ക് ഇത് എങ്ങനെയാണ് ഈ പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് ഉണ്ടാവുക, അല്ലെങ്കിൽ റീസെൻറ്റ് 2-3 മാസങ്ങൾക്ക് റീമോർഗേജ് ചെയ്യേണ്ട ആൾക്കാർക്ക് ഏത് രീതിയിൽ ഇത് എഫക്റ്റ് ചെയ്യുമെന്നതിനെക്കുറിച്ചൊക്കെയാണ് ഇന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. നമുക്ക് ഏതൊരു വാറും യഥാർത്ഥത്തിൽ ഇന്നത്തെ കാലത്ത് നമ്മളൊരു ലോകം തന്നെ നമ്മളൊരു വിരൽത്തുമ്പിലാണുള്ളത്. ഒരു ഗ്ലോബൽ ഒറ്റ ലോകമായിട്ട് നമ്മൾ മാറിക്കൊടുക്കുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് ലോകത്തിൽ എവിടെ നടക്കുന്ന വാറുകളോ കാര്യങ്ങളോ മറ്റ് രാജ്യങ്ങളെ തന്നെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഇമോഷണലി അറ്റാച്ച്മെന്റ് ഉണ്ട്. കാരണം ഗൾഫ് എന്ന് പറയുന്നത് നമ്മൾ ഏറ്റവും അധികം കൂടുതൽ മലയാളികൾ, നമ്മുടെ സുഹൃത്തുക്കൾ, നമ്മുടെ ബന്ധുക്കളൊക്കെ താമസിക്കുന്ന ഒരു ഏരിയ ആണ്. അവിടെ വരുന്ന ഏതൊരു പ്രശ്നങ്ങളും നമ്മളെ വലിയ രീതിയിൽ ബാധിക്കുന്നുണ്ടെന്ന് വളരെ ഒരു യാഥാർത്ഥ്യമുള്ളൊരു കാര്യമാണ്. പക്ഷേ നമ്മൾക്ക് യു കെയിൽ ജീവിക്കുന്നവർക്ക് ഫൈനാൻഷ്യലി അത് ഏതൊക്കെ തരത്തിൽ ബാധിക്കുമെന്ന് നമുക്ക് നോക്കേണ്ടത്. ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിന് വളരെ തന്ത്രപ്രധാനമായ കാര്യങ്ങൾ നമുക്ക് വേൾഡിൽ തന്നെ നൽകുന്നുണ്ട് യഥാർത്ഥത്തിൽ. അതായത് ഇറാൻ വേൾഡിലെ ഒരു ക്രൂഡ് ഓയിൽ ഉൽപ്പാദനത്തിൻ്റെ അകത്ത് എനിക്ക് തോന്നുന്നത് ഏകദേശം ഒരു 3-4% ക്രൂഡ് ഓയിൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങളൊന്നാണ് ഇറാൻ. ഇനി രണ്ടാമത് ഇറാന്റെ കൺട്രോളിൽ അടുത്തേക്കൂടി പ്രദേശങ്ങളിലാണുള്ളത് ഈ ഹോർമൂസ് കടലെടുക്കുക. അതിലേക്കൂടിയാണ് ലോകത്തിൻ്റെ ഏകദേശം 20% ഓയിലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റപ്പെടുന്നത്. പ്രധാനപ്പെട്ട ഓയിൽ രാജ്യങ്ങളാണ് ഈ പറയുന്ന ഇറാനും അല്ലെങ്കിൽ നമ്മുടെ സൗദി അറേബ്യയും പോലുള്ള രാജ്യങ്ങൾ. അപ്പോൾ അവിടെ നിന്നൊക്കെ ഉള്ള അങ്ങോട്ടും ഇങ്ങോട്ടും ഓയിൽ ട്രാൻസാക്ഷൻ ഗ്ലോബലി നടക്കുന്നതിൻ്റെ 20% ഈ ഹോർമൂസ് കടലെടുക്കലൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഒരു പെട്ടെന്നുള്ള ഒരു വാർ ഇറാൻ സമയത്തോടെ വരുന്ന ഒരു പ്രദേശങ്ങളിൽ ആ ഭാഗങ്ങളിലൊക്കെ വലിയ അരക്ഷിതാവസ്ഥ ജനങ്ങളിൽ ഉണ്ടാക്കും. അത് തന്നെ മറ്റു ആൾക്കാർക്ക് വലിയ പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കും അവിടെ. അപ്പം അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ അത് ഭയങ്കര രീതിയിൽ ചേഞ്ചസുകളുണ്ട്. ഓയിൽ പ്രൈസിന് കമ്പാരിറ്റീവ്ലി അടുത്ത കുറച്ച് ദിവസം കൊണ്ട് ഓയിൽ പ്രൈസ് കൂടാനാണ് പോകുന്നത്. ഓയിൽ പ്രൈസ് കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അത് കംപ്ലീറ്റ്ലി എനർജി മേഖലയെ എഫക്റ്റ് ചെയ്യും. ഡേ ടു ഡേ ലൈഫിന് നമ്മൾ നോക്കും, ഒരു ചരക്ക് ഗതാഗതം മുഴുവൻ വേണമെങ്കിലൊക്കെ ഇതൊക്കെ ബാധിക്കുന്നത് ഓയിൽ വേണം. ഓയിലില്ലാതെ ഒരു കാര്യങ്ങളും എനർജി നമുക്ക് മെയിനായിട്ട് ഉണ്ടാകുന്ന കാര്യങ്ങളല്ല. അപ്പം അത് സാധനങ്ങളുടെ വിലവർദ്ധനവ് കൂട്ടും. ഇൻഫ്ലേഷൻ പെട്ടെന്ന് കൂടാനുള്ള ഒരു പോസിബിലിറ്റി. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് നമ്മൾ ഇൻഫ്ലേഷൻ കൺട്രോളായിരുന്നു. നമ്മൾ റേറ്റ് കുറയുമെന്നായിരുന്നു നമ്മുടെ പ്രതീക്ഷ. അടുത്ത മാർച്ച് 19 മോണിറ്ററി പോളിസി കമ്മിറ്റിയുടെ മീറ്റിംഗിൽ റേറ്റ് കുറയുമെന്ന് പറയുന്ന വലിയൊരു പ്രതീക്ഷയിൽ കൂടെ നമ്മൾ നിന്നായിരുന്നു. പക്ഷേ അത് ഒരു ചെറിയ എനിക്ക് തോന്നുന്നു, പക്ഷേ അതൊരു പക്ഷേ കുറച്ചുകൂടി നീട്ടപ്പെട്ടേക്കാമെന്ന് എനിക്ക് തോന്നുന്നു. മാർച്ചിലുള്ളൊരു കുറയാൻ വളരെ ചാൻസ് കുറഞ്ഞതായിട്ടാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ മോർഗേജ് റേറ്റുകൾ, ഇൻട്രസ്റ്റ് ബാങ്കുകളുടെ റേറ്റുകൾ കൂടാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിന്റെ ബേസ് റേറ്റ് മാത്രമല്ല, ഒരു ഫിക്സ്ഡ് റേറ്റ് എടുത്ത് നമ്മളൊരു റീമോർഗേജ് ചെയ്യണമെങ്കിൽ അതിനെ ബാധിക്കുന്നത്. അത് പല റേറ്റുകളുണ്ട്. സ്വാപ്പ് റേറ്റ് ഉണ്ട്, സോണിയ റേറ്റ് പറഞ്ഞ ബാങ്കുകൾ, ഇന്റർ ബാങ്കുകൾ തമ്മിൽ പൈസ ട്രാൻസ്ഫർ ചെയ്യുന്ന കാര്യങ്ങളുണ്ട്, മാർക്കറ്റിലുള്ള കോൺഫിഡൻസുകൾ നോക്കുന്നുണ്ട്, ഇൻഫ്ലേഷൻ ഉണ്ട്, ബാങ്കിന്റെ പെർഫോമൻസ്, ഇതൊക്കെ നോക്കിക്കൊണ്ടാണ് നമുക്ക് യഥാർത്ഥത്തിൽ ഒരു ഫിക്സ്ഡ് റേറ്റ് നമുക്ക് പലപ്പോഴും തീരുമാനിക്കാൻ പറ്റുന്നത്. പക്ഷേ ഇത്തരത്തിലുള്ള ഒരു ദയനീയപരമായ കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അതെന്ത് ചെയ്യും? ഈ പറയുന്ന മാർക്കറ്റിന്റെ കോൺഫിഡൻസ് നഷ്ടപ്പെടും. ഇനിയിപ്പോൾ നിങ്ങൾ നോക്കിക്കോ, ആൾക്കാർ കൂടുതൽ ഇൻവെസ്റ്റേഴ്സ്, മാർക്കറ്റിലുള്ള ഇൻവെസ്റ്റേഴ്സ് ഒക്കെ ഷെയറിലും മറ്റു കാര്യങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ, ഇൻവെസ്റ്റേഴ്സ് അവിടെ നിന്ന് ചെറിയ രീതിയിൽ പിന്നോട്ടേക്ക് മാറും. കാരണം ഈ മാർക്കറ്റിൽ അരക്ഷിതാവസ്ഥയുണ്ട്. ആർക്ക് വില കൂടും? ഒരു പക്ഷേ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഡോളറിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതൊക്കെ കുറച്ചുകൂടി ഗുണകരമായി മാറി. കാരണം അതിന് കുറച്ചുകൂടി ഡിമാൻഡ് ചിലപ്പോൾ കൊടുക്കുക. എക്സ്പെഷ്യലി ഗോൾഡിനാണ്. ഗോൾഡിന്റെ വിലവർദ്ധനം ഉണ്ടാവും. ഗോൾഡുകളിലേക്ക് ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്യുന്ന താല്പര്യങ്ങളും കൂടുതലായിരിക്കും ഉണ്ടാവുക. അപ്പം ഈ തരത്തിൽ ഒരു മാർക്കറ്റിൽ ഷെയറിനൊക്കെ ആൾക്കാർ വിഡ്രോ ചെയ്യുന്ന സമയത്തൊക്കെ അത് മാർക്കറ്റിന്റെ കോൺഫിഡൻസ് നഷ്ടപ്പെടും. ഇനി വാർ നടക്കുന്നതുകൊണ്ട് ആ പ്രദേശങ്ങളിലെ ഇത് എഫക്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ പൊതുവെ വിലയിരുത്തപ്പെടുന്നതെന്ന് വെച്ചാൽ ഇൻട്രസ്റ്റ് റേറ്റ് അങ്ങോട്ടേക്ക് കൂടാനുള്ള ഒരു പോസിബിലിറ്റി ചെറുങ്ങനെ ഇത് കണ്ടിന്യൂ ചെയ്യപ്പെടുകയാണ്. ഇത് വളരെ തന്നെ പെട്ടെന്ന് തന്നെ ഇപ്പം UN ഒക്കെ ഇടപെട്ട് ഇത് കൂടുതൽ മുന്നോട്ട് പോവാതെ ഒരുപക്ഷെ ഇത് നിയന്ത്രിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് നല്ലതായിട്ട് വരും. പക്ഷെ അല്ലാത്തൊരു സാഹചര്യമാണെങ്കിൽ റേറ്റ് കൂടാനുള്ള വളരെയധികം പോസിബിലിറ്റി കൂടുതലാണ്. ബാങ്കുകൾ പലപ്പോഴും തന്നെ ഇനിയിപ്പം റെഡി പറഞ്ഞാൽ ഈ കാര്യങ്ങൾ കൊണ്ട് തന്നെ ബാങ്കുകൾ റേറ്റുകൾ കൂടും. അപ്പോൾ അഥവാ അടുത്ത 3 മാസമുള്ള റീമോർഗേജ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും നല്ലത് എത്രയും പെട്ടെന്ന് നിങ്ങൾ റീമോർഗേജ് ചെയ്യാൻ പറ്റും നോക്കുക. ഇനി അഥവാ റേറ്റ് കുറഞ്ഞു, ഇപ്പോൾ നിങ്ങൾ ഏകദേശം ഒരു 3 മാസം വരെ നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ മാർച്ചിലേക്ക് അത് വന്നേക്കാണ്. മാർച്ച്, ഏപ്രിൽ, മെയ്
ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരു പക്ഷേ മെയ് വരെ ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർക്കൊക്കെ ഇപ്പോഴേ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇനി അഥവാ റേറ്റ് കുറയാമെന്ന് കരുതട്ടെ, നിങ്ങൾ ഏത് മോർഗേജ് അഡ്വൈസറാണോ ചെയ്യുന്നത് അവരോട് ആവശ്യപ്പെടുന്നുള്ളത് നിങ്ങൾക്ക് വീണ്ടും കുറവ് ചെയ്യാനും വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു വാർത്തയാണ്. നമ്മൾ ഭീതിയോടും സങ്കടത്തോടും വേദനയോടും കൂടി കേൾക്കേണ്ട ഒരു വാർത്തയും കൂടിയാണ്. കാരണം അത്രമാത്രം നമ്മളെ മലയാളികളുള്ള ഒരു മേഖലകളിലാണ് ഇത് സംഭവിക്കുന്നത് എന്നത് വേദനാജനകമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. നമുക്ക് എല്ലാവർക്കും മനസ്സുകൊണ്ട് ആഗ്രഹിക്കാം ഇത്തരത്തിലുള്ള ഇത് മുന്നോട്ടേക്ക് പോകാതിരിക്കട്ടെ എന്നത്. അപ്പോൾ മോർഗേജ് എടുക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ റീമോർഗേജ് എടുക്കുന്ന ആൾക്കാരൊക്കെ വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് കാര്യങ്ങൾ ചെയ്യാം. നിങ്ങൾക്ക് ഞങ്ങളുടെ സർവീസ് വേണം, ഞങ്ങളോട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വളരെ ഡെപ്തായിട്ട് ഈ കാര്യങ്ങൾ എങ്ങനെ എഫക്ട് ചെയ്യുന്നു മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾക്കൊരു 1-to-1 പേഴ്സണൽ അഡ്വൈസ്, ഓരോ കേസും ഇതൊരു അഡ്വൈസാണ്. ഇത് ഞാൻ എൻ്റെ നോളജുകൾ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതാണ്. നിങ്ങൾക്കൊരു അഡ്വൈസ് വേണമെന്ന് ആഗ്രഹിക്കണം, നിങ്ങൾ എൻ്റെ അടുത്ത് ഫോൺ വിളിച്ച് അപ്പോയിൻമെൻറ്റ് ബുക്ക് ചെയ്യുക. ഞാൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് മാർക്കറ്റിലെ കാര്യങ്ങൾ എന്തുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞു തരാൻ പറ്റും. എൻ്റെ ടെലിഫോൺ നമ്പർ 0785999893 എന്നാണ്. ഓക്കെ, അപ്പോൾ മോർഗേജിന് അല്ലെങ്കിൽ റീമോർഗേജിന്, ഇൻഷുറൻസ്, ഇനി ഹെൽത്ത് ഇൻഷുറൻസ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് വില്ല് എഴുതണം, പവർ ഓഫ് അറ്റോണി എഴുതണം, ഇങ്ങനെ ഏത് കാര്യങ്ങൾക്കാണെങ്കിലും നിങ്ങൾക്ക് എൻ്റെ സർവീസ് സ്വീകരിക്കാവുന്നതാണ്. അപ്പം ഒരിക്കൽ കൂടി താങ്ക്സ് ഫോർ വാച്ചിങ് മീ. ബൈ ബൈ, ടേക്ക് കെയർ.